1297. രാമൻ നായർ തെക്കേ വീട്ടിൽ 120 ഗ്രാം. 1898. പുത്തലത്ത് കുമാരൻ 56 ഗ്രാം. 2396. തോപ്പുംപടി ആന്റണി 141 ഗ്രാം. 3496. റസിയ മാൻസിൽ ഹസീന 75 ഗ്രാം. 4496. യോ നിർത്തിയ എന്നെ മാനേജർ സാർ കാലം മുൻപിൽ ചിത്രഗുപ്തൻ വായിക്കും പോലെ ആകെ മൊത്തം എത്ര കിലോ സ്വർണം അത് പറഞ്ഞാൽ മതി. ഇതിപ്പോ 13 കിലോസ് വരും. 13. ഓ 13 ഒരു അൺലക്കി നമ്പർ ആണ്. പരവായില്ല വീരമണി നീ പോയി പാർ. ഇപ്പോ മാർക്കറ്റിൽ 13 കിലോസ്ക്ക് ഏതാണ്ട് 58 ലക്ഷം വരും. ഞാനൊരു 55 ലാക്സ് തന്നാൽ മതിയല്ലോ. അത് 3.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോ ബാങ്കിന് നഷ്ടമാണ് സർ. നഷ്ടം ബാങ്കിക്ക്, മാനേജർ സാർക്ക് പെരിയ ലാഭം താനേ. എന്തോ എനിക്കൊരു പേടി. என்ன சாரு இது மாதிரி எத்தனை பரிசிய லேலங்களை ഈ பெருமாளை ரகசிய லேலங்களாய் மாற்றி இருக்கு. உங்களுக்கு ஏதாவது ப்ராப்ளம் வந்து வேலை போனால் நான் துபாயில் புதுசா தொடங்க போகும் ஜுவல்லரியில் உங்களை மேனேஜர் ஆக்கும். போதுமா? டைம் வேஸ்ட் பண்ணாம லேலம் ஃபிக்ஸ் பண்ணுங்க. 55 lakhs. ലേലം ഉറപ്പിച്ചോളൂ. ആയാങ്കുടി ആച്ചിമുത്തി പെരുമാൾ 55 ലക്ഷം. ഒരു തരം, രണ്ട് തരം. നിർത്ത്. കാണിക്കുന്നുണ്ടോ? വിളിക്കു പോലീസിനെ. തന്റെ ചെറ്റത്തിന് 4 ആൾ അറിയട്ടെ. ഈ ബാങ്ക് തന്റെ തറവാട് സ്വത്താണോ? പെരുമാളല്ലാതെ ടൗണിലെ മറ്റൊരു സ്വർണ്ണ കച്ചവടക്കാരനും ഈ ലേലം അറിഞ്ഞിട്ടില്ല. കാലാകാലമായി ലേലം നടത്തുന്ന ചില ചിട്ടകളും മര്യാദകളും ഉണ്ട്. രാജാ കൃഷ്ണ എന്നടാ இப்படி எல்லாம் பண்றீங்க? വേണ്ട പെരുമാളെ, അങ്ങനെ സുഖിപ്പിക്കണ്ട. ഞങ്ങൾ ഈ ചെറുകിട ജൂവലറിക്കാരൊക്കെ ചേർന്ന നിങ്ങളെ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷന് തലപ്പത്തിരുത്തിയത്. ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. എടോ മാനേജറെ, ഈ രഹസ്യ ഇടപാടിന് കൂട്ടുന്ന തന്റെ കസേര ഞങ്ങൾ തെറിപ്പിക്കും. യു ആർ മിസ്റ്റേക്കൺ. ഒരു സ്വർണ്ണ ലേലത്തിന്റെ എല്ലാ യൂഷ്വൽ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിട്ടാണ് ഇത് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ മാസം 28-ാം തീയതി സിറ്റി ന്യൂസിൽ ഞങ്ങൾ കൊടുത്ത ലേല അറിയിപ്പാണിത്. വായിച്ചു നോക്കാം. സബാഷ് മാനേജർ സാബ്, സബാഷ്. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ ക്രിസ്തുദേവന്റെ കഥ വായിച്ചിട്ടുണ്ട് ബൈബിളിൽ. പക്ഷെ ഒരു പീറപത്രത്തിന്റെ ഒറ്റ കോപ്പി കൊണ്ട് ആയിരങ്ങൾക്ക് അറിയിപ്പ് പകരുന്ന അങ്ങ് ഏത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ആവോ? കഴിഞ്ഞ മാസം 28-ാം തീയതി പ്രസിദ്ധീകരിച്ച സിറ്റി ന്യൂസിന്റെ കോപ്പികളാണ് ഇതൊക്കെ. ഇതിലേതെങ്കിലും ഒരെണ്ണത്തില് താൻ ഈ പറഞ്ഞ രഹസ്യം അല്ല പരസ്യം ഒന്ന് കാണിച്ചു. ഓഹോ, അപ്പോ ഇവർക്ക് പിന്നിൽ നീയാണല്ലേ? പിന്നിലല്ലടോ, മുന്നിൽ. നേർവഴിക്ക് ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന സാധാരണ സ്വർണ്ണ കച്ചവടക്കാരാണ് ഇവരൊക്കെ. വേണമെങ്കിൽ ഇവർക്കിടയിൽ ഇരുന്ന് തനിക്ക് മാന്യമായിട്ട് ലേലം വിളിക്കാം, ഒരു പരാതിയില്ല. അല്ലാതെ മറ്റുള്ളവന്റെ കഞ്ഞിയിൽ മണ്ണിട്ടിട്ട് ഒരു പെരുമ്പാമ്പിനെ പോലെ ഒറ്റയടിക്കത് മൊത്തത്തിൽ വിഴുങ്ങാന്നുള്ള തന്റെ മോഹ ഗോവിന്ദൻ നടത്തിക്കില്ല മക്കളെ. തമ്പി, നീ വെറും ബ്ലേഡ്, ഞാൻ തനി ഗോൾഡ്. 1.5 രൂപയ്ക്ക് ബ്ലേഡ് വാങ്ങി ഷേവ് ചെയ്ത് നമ്മളത് കളയും. ആനാ 1000 കൊടുത്ത് ഗോൾഡ് വാങ്ങിയാൽ ആരും കളയാറില്ല. അത് ഓർണമെന്റ്സ് ആക്കി അണിഞ്ചി നടക്കും. വിലയിലും യൂസിലും ഉള്ള ആ ഡിഫറൻസ് നമുക്കിടയിലും ഉണ്ട്. കോപ്പെ കോലാറിലെ കാളവണ്ടിക്കാരൻ കറുപ്പയ്യന്റെ മകൻ പിച്ചാണ്ടി പെരുമാൾ ആയാങ്കുടി ആച്ചിമുത്ത് പെരുമാളായതിന്റെ കഥ പപ്പ പറഞ്ഞു കൊടുക്കണ. പച്ചവെള്ളത്തിന് പോലും ഗതിയില്ലാതെ തെണ്ടി തിരിഞ്ഞു നടന്ന പിച്ചാണ്ടി പെരുമാൾ. എന്നാൽ പിച്ചാണ്ടി ഒരു തെണ്ടിയാണെന്നറിയാത്ത പാപം ആയാങ്കുടി ആദിരാമനാചാരി തന്റെ കടയിൽ വിളിച്ചിരുത്തി സ്വർണ്ണ പണി പഠിപ്പിച്ചു. അതെ, ഒടുവില് ഗുരുവിന് താൻ കൊടുത്ത ദക്ഷിണയെന്താ? മരണം. ഉമിത്തിയിൽ നീ കലർത്തിയ വിഷം ശ്വസിച്ച് ആചാര്യ ചത്തപ്പോ നിന്നെ ആരും സംശയിച്ചില്ല. ആചാര്യയുടെ സ്വത്തും സാമ്രാജ്യവും കൈക്കലാക്കാൻ അവകാശികൾ ആരെയും പിന്നീട് നിനക്ക് കൊല്ലേണ്ടിയും വന്നിട്ടില്ല പപ്പ. മൂത്തവൾ തങ്കമണിയെ താലി കെട്ടിയും ഈ നിൽക്കുന്ന വീരമില്ലാത്ത വീരമണിയെ മരുന്നുകൾ കൊടുത്ത് മന്ദബുദ്ധിയാക്കിയും നീ അടിമകളാക്കി മാറ്റി. പേഴ്സണൽ മാറ്റേഴ്സ് ഇടപെടാതെ. അപ്പടിയാ? അപ്പൊ ഇത്രയും നേരം താൻ ഇവിടെ കിടന്ന് ചലച്ചതോ? പെരുമാളെ, ഞാൻ മഹാപിഴയാ. ചെറ്റത്തരത്തിൽ നിന്നേക്കാൾ ഒരു പണത്തൂക്കം മുമ്പിലും. ഓര വാർന്ന് ചാവാൻ ഒരു ബ്ലേഡ് കൊണ്ട് പോറിയാലും മതിയിടോ പപ്പ. ഗോവിന്ദേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടരുത്. അയ്യേ, എന്താ ഇത്? ഗായത്രിയോട് ഞാൻ ദേഷ്യപ്പെടുകയെ? അവിടെ പറഞ്ഞല്ല, ഞാൻ വിളിച്ചോളാം. ഓ പറഞ്ഞോളൂ. ഇവിടെ കാശ് ചെലവാവില്ല, ചെലവായി പോവുക. മനസ്സിലായില്ല. അനാവശ്യമായി ഇവിടെ ഒട്ടേറെ പണം ചോർന്നു പോകുന്നുണ്ട്. ദേ,
ഇന്നലെ ഒരു ദിവസത്തെ മാത്രം കണക്കൊന്ന് നോക്കിയേ. സ്വർണ്ണപ്പണ്ടങ്ങൾ എന്ന് കരുതി മുക്കുപണ്ടങ്ങൾ വാങ്ങി അലമാരയിൽ വെച്ച വക ഗണേശൻ ഉരച്ചു തൊലച്ചത് 21,000. എവിടെ നോക്കിയാടാ ഉരയ്ക്കുന്നത്? ഓരപ്പേ ക്ഷമിക്കണം ഗോവിന്ദേട്ടാ, ഈ കപട ലോകത്തിൽ ആത്മാർത്ഥമാം ഒരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം. ആ പരാജയം മാസാമാസം നിന്റെ ശമ്പളത്തിൽ ഞാൻ പിടിച്ചോളാം. ആ വായിക്ക്. സാലറി അഡ്വാൻസ് വക പല ദിവസങ്ങളിലായി കൊച്ചച്ഛൻ വാങ്ങിയത് ആകെ 6,000. ശമ്പളത്തിന്റെ 2 ഇരട്ടിയാണോ അഡ്വാൻസ്? ഗായത്രി, ഇനി 3-4 മാസത്തേക്ക് ശമ്പളം കൊടുക്കണ്ട. ആ പിന്നെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ കരുണാലയത്തിലെ കഞ്ഞിവീഴ്ത്തിന്റെ ചെലവ് ഇന്നലെയാണ് കൂട്ടി നോക്കിയത്. 12,300 രൂപ. അതെ, അത് അമ്മയുടെ ഒരു സെന്റിമെന്റ്സ്. പണ്ട് അമ്മ കുറെ കാലം കരുണാലയത്തിൽ താമസിച്ചിട്ടുണ്ട്. ആ കണക്കങ്ങ് എഴുതി തള്ളിയേക്ക്. എന്തിനാ എഴുതി തള്ളുന്നത്? ആ ചെലവ് ഡൊണേഷൻ ആയിട്ട് കാണിച്ച് അവിടുന്ന് രസീത് വാങ്ങിക്കേ. ടാക്സ് പറഞ്ഞു കിട്ടുമല്ലോ. ഏയ് ഒന്നുമില്ല, തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും? ഒരിക്കലും ഇല്ല. ഗായത്രി പറയുന്നത് മാത്രം ശരി. അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ ഗായത്രിക്കൊന്നും തോന്നരുത്. എനിക്ക് ഗോവിന്ദേട്ടനോട് എന്തെങ്കിലും തോന്നേ? അല്ലെങ്കിൽ വേണ്ട. പറയൂ ഗോവിന്ദേട്ടാ. അല്ല, അത് പിന്നെ ഞാൻ പറയൂന്നേ. ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാരാ? വാസ്കോഡ ഗാമ. ചോദിച്ചില്ല, അവനവന്റെ ജോലി ചെയ്താൽ മതി. ഗായത്രി പറഞ്ഞില്ല. ആ, എന്റെ അറിവ് ശരിയാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് ഫോം കണ്ടുപിടിച്ചത് ചാൾസ് ബബേജ. പേഴ്സണൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് എഡ് റോബർട്ടും. ഓഹോ. അല്ല, ഗോവിന്ദേട്ടൻ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? അത് പിന്നെ ഞാൻ പഠിക്കാത്തായിട്ട് ഈ ഒരു വിദ്യ മാത്രമേ ഉള്ളൂ. ഒറ്റമുണ്ട് ഒരു നേരത്തെ ആഹാരവുമായിട്ട് തെണ്ടി കിടക്കുമ്പോഴും വാശി പിടിച്ച് പല വിദ്യകളും പല ഭാഷകളും പഠിച്ചിട്ടുണ്ട് ഗോവിന്ദൻ. വിരോധവും ഇല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? പറയൂ ഗായത്രി, കാലത്തിനനുസരിച്ച് നമ്മളും മാറണ്ടേ? റിയലി ഐ എം പ്രൗഡ് ഓഫ് യു. അറിവ് നേടാനുള്ള മനസ്സിന്റെ ഈ വെമ്പൽ അതെനിക്കിഷ്ടായി. എങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് നാളെ രാവിലെ തന്നെ തുടങ്ങാം. 1 മണിക്കൂർ നേരത്തെ വന്നാൽ മതിയല്ലോ. അത് പിന്നെ ഗോവിന്ദേട്ടാ, ഞാൻ തനിച്ച്. തനിച്ചോ? ഞാനില്ലേ? അതാ കുഴപ്പം. മറ്റുള്ളവരെന്ത് വിചാരിക്കും? എന്ത്? ഞാൻ മുതലാളി, കുട്ടി തൊഴിലാളി, പിന്നെ നമ്മുടെ കട, നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ഇഷ്ടം. വരില്ലേ? വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, കമ്പ്യൂട്ടർ സ്റ്റഡി 2 വിധത്തിലുണ്ട്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. നമുക്ക് ആവശ്യമുള്ള ഏത് ഡാറ്റയും ഏറ്റവും വേഗതയിൽ ഏറ്റവും കൃത്യമായി ഒരു സോഫ്റ്റ്വെയറിലൂടെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. അതെ. ലുക്ക്, നമുക്ക് ആദ്യം ഹാർഡ്വെയർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് മോണിറ്റർ. ഓ, ഇതാണല്ലേ മോണിറ്റർ. ഗോവിന്ദേട്ടാ, സോറി. ഇതാണ് ഫ്ലോപ്പി, കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസ്. ആ, ഇത് പ്രിന്റർ, ഔട്ട്പുട്ട് ഡിവൈസ്. പിന്നെ ഇതാണ് മൗസ്. ആണോ? പക്ഷെ കണ്ടാ തോന്നില്ല. ഒന്നുകിൽ ആ പൊടി വലിക്ക് അല്ലെങ്കിൽ കളയും. ഓക്കേ. മോണിറ്ററിലേക്ക് നോക്കൂ ഗോവിന്ദേട്ടാ. നോക്കിക്കൊണ്ടിരിക്കല്ലേ? ഇങ്ങോട്ട്. ഓ, ആ, ഇതാണ് കീബോർഡ്. ആണോ? ഇതിൽ തൊട്ടാ മ്യൂസിക് കേൾക്കോ? അയ്യോ, കേടായി. നോൺസെൻസ്. ഇതിനായിരുന്നു അതിരാവിലെ എന്നെ വിളിച്ചു വരുത്തിയത്. അത് ഗായത്രി, ഞാൻ നോ, വേണ്ട. ബാക്കി എല്ലാ ദുഷ്പേരുണ്ട് നിങ്ങൾക്ക്. ബ്ലേഡ്, ഗുണ്ട, ബൂർഷ. ഇങ്ങനെ ഒരു കയ്യിലിരിപ്പൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓ മൈ ഗോഡ്, ഞാൻ ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? അതിന് ഗായത്രി, ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് തൊട്ടല്ലേ ഉള്ളൂ. വേണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട. എന്താ കുട്ടി, എന്ത് പറ്റി? എന്താടാ ഗോവിന്ദ? എന്തായാലും പറയൂ കുട്ടി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കമ്പ്യൂട്ടർ കേടാക്കി.